ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് ഒരു NFOയുടെ വീഡിയോ ആണ്, ന്യൂ ഫണ്ട് ഓഫർ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്ക് വളരെയധികം വളർച്ചാ സാധ്യതയുള്ള സെക്ടറാണ്. ഹെൽത്തുമായിട്ടും വെൽനസ്സുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സെക്ടറാണ്. ഫാർമ ഫണ്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് ഫണ്ടാണ്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. വളരെയധികം വളരാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. നമുക്ക് വളരെ ഓടിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഓരോരുത്തർ തീരുമാനിക്കുക. എനിക്ക് ഇത് ഇഷ്ടമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് കേട്ടോ. ഫാർമ ഫണ്ടുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫണ്ടിന് കുറച്ചും കൂടെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. എങ്ങനെയാണ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വീഡിയോയുടെ അവസാനം കാണിക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പോഴുള്ളത് 67 വയസ്സിന് മുകളിലാണ്. അതായത് 1920കളിലൊക്കെ 22 വയസ്സിന് താഴെയായിരുന്നു ആയുസ് ഉണ്ടായിരുന്നത്. അത് 3 ഇരട്ടിയായിട്ട് ഒറ്റയടിക്ക് ഉയർന്നതല്ല, ഏതാണ്ട് ഒരു 100 വർഷം കൊണ്ട് ഉയർന്നു. ആ ഒരു ഗ്രാഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിന് കാരണം ആധുനിക മെഡിക്കൽ സയൻസാണ്. ഇവിടെ നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളിൽ കൂടി ആ കുഞ്ഞ് കടന്നു പോകുന്നുണ്ട്. എല്ലാം ട്രീറ്റ്മെൻറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ 12 വയസ്സ് വരെ വാക്സിനേഷനും റെഗുലർ ചെക്കപ്പും മറ്റും കുട്ടിക്ക് എടുക്കുന്നുണ്ടാവും. 13 മുതൽ 19 വയസ്സ് വരെ ഇമ്മ്യൂണൈസേഷനും സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ആൻഡ് ഇഞ്ചുറി റിലേറ്റഡ് കെയർ. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ 20 വർഷക്കാലം ബൈ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്. നമുക്കറിയാമല്ലേ, നമ്മൾ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസും മറ്റുമൊക്കെ എടുക്കുന്ന സമയമാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ആ സമയത്താണ് വെൽനസ്സിലേക്കും മറ്റുമൊക്കെ മനുഷ്യൻ തിരിയുന്നത്. ഇനിയിപ്പം 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, അതർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ആ ഒരു കാലഘട്ടത്തിൻ്റെ സമയമാണ്. 65 വയസ്സിന് മുകളിലേക്ക് എൻഷുറിങ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് മാനേജിങ് ഏജ് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയും അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സെക്ടറാണ് ഫാർമ സെക്ടർ. പ്ലസ് ഇപ്പോൾ വെൽനസ് കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സെക്ടർ, ഹെൽത്ത് കെയർ സെക്ടർ, എ ലൈഫ് ലോങ് നെസസിറ്റിയാണ്. മനുഷ്യൻ്റെ എല്ലാ സ്റ്റേജുകളിലും ഈ ഒരു സെക്ടർ ഇടപെടുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ആൻഡ് വെൽനസ് ഈസ് എ ലോങ് ടൈം തീം. ഇന്ത്യയിലെ ജനസംഖ്യ വളരെ ഫാസ്റ്റായിട്ട് ഉയരുകയാണ്, അറിയാലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിന് ഫ്യൂച്ചറുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ ഇന്ത്യയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ കുറവാണ്, പക്ഷേ അത് ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസും ക്രോണിക് ഡിസീസുകളും ഇന്ത്യയിൽ കൂടി വരികയാണ്. നമുക്ക് ഇവിടെ ഈ കണക്കൊന്ന് നോക്കാം. കാർഡിയാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ 34% കൂടിയിരിക്കുന്നത്. ഇത് 2024 കഴിഞ്ഞ വർഷത്തെ ഡേറ്റയാണ്. ഡയബറ്റിക്സ് 34% കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓങ്കോളജി 41% കൂടാനുള്ള സാധ്യതയുണ്ട്. 2030 കണക്കാണ് കേട്ടോ. 2020 മുതൽ 2030. അപ്പോൾ 2020 പച്ച കളറിലുള്ള ഗ്രാഫും 2030 ഈ ഓറഞ്ച് കളറിലുള്ള ഈ ഒരു ബാറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു പിക്ചർ തരിക എന്നുള്ളതാണ്. ഫാർമ സെക്ടർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ, അതിലൊരുപാട് സെക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, വെൽനസ് ഡയഗ്നോസ്റ്റിക്സ് വരുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ ടൂറിസം, മെഡ്ടെക് ആൻഡ് മോർ, ആ ഒരു കാറ്റഗറി വരുന്നുണ്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് വരുന്നുണ്ട്, CROs, CDMOs, ഈ ഒരു സെക്ടറും വരുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് ഓർഗനൈസേഷനും ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷനും വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകളുമൊക്കെ വരുന്ന ഒരു സെക്ടറാണ് CROs, CDMOs. ഈ ഫാർമ സെക്ടർ അതിൽ തന്നെ ഡൈവേഴ്സിഫൈഡ് ആണ്. BSc ഹെൽത്ത് കെയറിൽ കമ്പനികൾ എങ്ങനെയാണ് ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ഈ ഒരു ചാർട്ടിലൂടെ മനസ്സിലാവും. ഇതിൽ ഓറഞ്ച് കളറിലുള്ള 2010 കമ്പനികളുടെ എണ്ണവും പച്ച കളറിലുള്ള 2025 കമ്പനികളുടെ എണ്ണവുമാണ്. മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്നത് നമുക്ക് ഈ താഴത്തെ ഗ്രാഫിൽ കാണാൻ പറ്റും. പച്ച കളറിലുള്ള 2013, ഓറഞ്ച് കളറിലുള്ള 2023 എണ്ണമാണ്. ആ ഒരു ഉയർച്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മെഡിക്കൽ കോളേജിൽ ഉള്ള ഉയർച്ച, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലുള്ള ഉയർച്ച, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ എണ്ണവും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. 43,468 പ്രൈവറ്റ് ഹോസ്പിറ്റൽസാണ് 2023. വീണ്ടും അത് ഉയർന്നിട്ടുണ്ട്. നേഴ്സസ്, ഡോക്ടേഴ്സിൻ്റെ എണ്ണം, ഹോസ്പിറ്റൽ ബെഡ്സിൻ്റെ ഒക്കെ എണ്ണം ഈ 10 വർഷ കാലാവധിയിൽ വളരെയധികം ഉയർന്നിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് ഈ സെക്ടർ വളരെ വാസ്റ്റായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി ഉയരും അല്ലേ. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ് 10 to 11% CAGR കഴിഞ്ഞ 10 വർഷമായിട്ട്
വളർന്നുകൊണ്ടിരിക്കുന്നത് സെയിം റേറ്റിൽ തന്നെ ഫ്യൂച്ചറിലും വളരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓരോ കണക്കുകളാണ്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ സെക്ടർ അറിയാലോ, ഈ പ്രോഫിറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു സെക്ടറാണ്. ഹോസ്പിറ്റലുകൾ പൂട്ടിപ്പോകുന്നത് നമ്മൾ കാണുന്നില്ല. കൂണ് പോലെ മുളച്ചു പൊന്തുന്നതോ അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റലുകളെ വിഴുങ്ങിയ വലിയ ഹോസ്പിറ്റലാകുന്നതോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ഗ്രോത്തിനെയും ബാധിക്കുന്നു. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പേര് ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഗുണമാണ്. ആ ഒരു ഇൻഷുറൻസ് സെക്ടർ തന്നെ ഉണ്ട്. ലോകത്തിലെ മേജർ ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാണ് ഇന്ത്യ. അത് പറയാൻ കാരണം യു എസിലേക്കൊക്കെ ഭയങ്കരമായിട്ട് കയറ്റുമതി ഉണ്ടല്ലേ. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഫാർമ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ത്യയുടെ ഗ്രോത്ത് നോക്കിക്കേ, ഇന്ത്യയുടെ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ അല്ലേ. ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഇന്ത്യയിലാണ്. ഈ ഓറഞ്ച് കളറ് ലേറ്റസ്റ്റ് ആണ് കേട്ടോ. പച്ച കളറ് പഴയ ഗ്രോത്തും ഓറഞ്ച് കളറ് പുതിയ ഗ്രോത്തുമാണ്. അത് ഭയങ്കരമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യ 200 കൺട്രികൾക്ക് മുകളിൽ വേൾഡ് വൈഡ് നമ്മുടെ മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ എക്സ്പോർട്ടിങ് ഉയർന്നിരിക്കുന്നത് 9.4%. ഇവിടെ ഓരോ കണക്കുകൾ കാണിക്കുന്നുണ്ട്. 50% ഓഫ് ദ ജനറിക് മെഡിസിൻസ് റിക്വയർഡ് ഇൻ ആഫ്രിക്ക, 40% യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, 25% യുണൈറ്റഡ് കിങ്ഡം, UK. The Indian pharmaceutical industry is the world's third largest by volume and was valued at $50 billion for financial year 2024. ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഇന്ത്യ ബൈ വോളിയത്തിൽ. അതുപോലെ തന്നെ ഇന്ത്യൻ ജനറിക് ഹാവ് ഹെൽപ്ഡ് US ഹെൽത്ത് കെയർ സിസ്റ്റം സേവ് $219 billion in 2022 alone and a total of $1.3 trillion between 2013 to 2022. വലിയ വലിയ കണക്കുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ലോകത്തിലെ തന്നെ ഒരു മേജർ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. എക്സ്പാൻഷൻ CRO CDMO സെഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. മാനുഫാക്ചറിങ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. R&D വരുന്നുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അവിടെ സ്പെൻഡ് ചെയ്യുന്ന തുക കാര്യങ്ങൾ. ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 14.9%. പഴയ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 9%. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഹയസ്റ്റ് ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു മേജർ റോൾ വഹിക്കുന്നത് ഹോസ്പിറ്റൽസാണ്, ഇന്ത്യൻ ഹോസ്പിറ്റൽസാണ്. മെഡിക്കൽ ടൂറിസ്റ്റിൻ്റെ ഉയർച്ച നമുക്കിവിടെ കാണാൻ പറ്റും. അത് 4x ആണ്. 2020, 21, 22, 23, 24. ഹെൽത്ത് ഇൻഷുറൻസിലുള്ള ഗ്രോത്ത് അത് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒരുപാട് ഇന്ത്യയിൽ ഇപ്പം വന്നിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പെനിട്രേഷൻ ഈസ് 64%, വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ടു 69 to 70% ബൈ ഫിനാൻഷ്യൽ ഇയർ 2028. അതായത് 64% നിന്ന് 69 to 70% പ്രൈവറ്റ് ഹോസ്പിറ്റൽ പെനിട്രേറ്റ് ചെയ്ത് ഉയർന്നു വരും എന്നുള്ള ആ ഒരു കണക്ക് സൂചിപ്പിക്കുന്നു. ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന അറിയാലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ എന്ന് അറിയാലോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ തീർച്ചയായിട്ടും ക്വാളിറ്റി സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബെഡ് ഡെൻസിറ്റി 10,000 ആളുകൾക്ക് 15 ബെഡാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. US ഇത് 29 ആണ്. അതായത് 10,000 ആളുകൾക്ക് 29 ബെഡും. UK ഇത് 25 ബെഡുമാണ്. സം ഓഫ് ദ എമർജിങ് എക്കണോമീസ് ലൈക്ക് വിയറ്റ്നാമിൽ 26, മലേഷ്യയിൽ 19. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കുറവ് ഇന്ത്യയിലാണ്. അപ്പോൾ ഈ ഒരു സ്കോപ്പ് ഉയരാനുള്ള സാധ്യത, ബെഡ് ഫെസിലിറ്റി ഉയരുക എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യണം, ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയുടെ മുന്നിൽ കിടപ്പുണ്ട്. ഓഫ് കോഴ്സ് പോപ്പുലേഷൻ വളരെ നല്ല രീതിയിൽ ഉയരുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ ഇന്ത്യ. ഹെൽത്ത് കോൺഷ്യസ് ഇന്ത്യ, വെൽനസ് ആൻഡ് പ്രിവെൻറ്റേറ്റീവ് കെയർ. ഈ ഒരു വെൽനസ് സെഗ്മെൻറ്റ് ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് മാറിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇന്ത്യയിൽ അത് വളരെ പോപ്പുലറായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർ കുഴപ്പമില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് എത്ര പേരുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു മിഡിൽ ക്ലാസ് തൊട്ട് മുകളിലേക്ക് സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർ വളരെ കൂടുതലാണല്ലേ. പ്രത്യേകിച്ച് ആ കോവിഡിൻ്റെ വാക്സിൻ എടുത്തോടുകൂടി ഉണ്ടായിരുന്ന ഇമ്മ്യൂണിറ്റി സിസ്റ്റവും പോയി. സപ്ലിമെൻറ്റിലൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്. പേഴ്സൻറ്റേജ് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻറ്റൻഡിങ് ടു സ്പെൻഡ് മോർ ഓൺ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. നോക്കിക്കോളൂ, ഇന്ത്യയിൽ 44%. സെക്കൻഡ് സൗദി അറേബ്യയിൽ 30%, ചൈനയിൽ 25%, UAE 25%, ബ്രസീലിൽ 23%, മെക്സിക്കോയിൽ 13%. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകുന്നത്. അതായത് ഫിറ്റ്നസ്സിലും വെൽനസ്സിലും
സ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ പേഴ്സൻറ്റേജാണ്. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. ഇന്ത്യൻ ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രി ട്രെൻഡ് ആൻഡ് പ്രൊജക്ഷൻ, അതിൻ്റെ ഗ്രാഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ബില്യണിലാണ് എഴുതിയേക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഉയർച്ചയാണ് 2017, 23, 24, 28. അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ പാത്തോളജി, റേഡിയോളജി, അതായത് ഗ്രീൻ കളറിലുള്ള പാത്തോളജിയാണ്, ഓറഞ്ച് കളറിലുള്ള റേഡിയോളജിയാണ്. എന്തായാലും ഉയരം നമുക്ക് കാണാൻ പറ്റും ഗ്രാഫിൽ. ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് ആൻഡ് എവർഗ്രീൻ തീം. ദ ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഹാസ് ഡിമോൺസ്ട്രേറ്റഡ് ഔട്ട് പെർഫോമൻസ് അഗെയിൻസ്റ്റ് ദ ബ്രോഡർ മാർക്കറ്റ് അക്രോസ് ഹൊറൈസൺസ്. ഇവിടെ നമ്മൾ കാണുന്നത് BSE 500 ഇൻഡെക്സ്, അത് പച്ച കളറിൽ. ഓറഞ്ച് കളറിൽ കാണുന്നത് BSE ഹെൽത്ത് കെയർ ഇൻഡെക്സ്. ഉയർച്ച നോക്കിക്കേ. റിട്ടേൺസ് അക്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ 1 ഇയർ, 3 ഇയർ, 5 ഇയർ, 7 ഇയർ, 10 ഇയർ, 15 ഇയർ. ഇവിടെ ഈ 10 ഇയറിൽ മാത്രമാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി കുറച്ച് താഴെ പോയത്. BSE 500 ഇൻഡെക്സ് 14% ഉണ്ടായിരുന്നു. അത് ഹെൽത്ത് കെയർ 11%, 3% ഒരു കുറവ് ഈ ഒരു 10 ഇയർ ടൈം ഹൊറൈസണിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റും 1 ഇയറിലൊക്കെ 6%, 20%, ഏതാണ്ട് 14% ഉയർച്ചയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ളത്. ഇനിയിപ്പോൾ ഈ 3 ഇയർ ഹൊറൈസൺ എടുത്തു കഴിഞ്ഞാലും 15% to 21%, 6% ഉയർച്ചയാണ് ഹെൽത്ത് കെയറിനുള്ളത്. ഇവിടെ ഈ ഒരു 5 ഇയറിൻ്റെ ഒരു ഇതും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറവ് കാണാൻ പറ്റും. 1% കുറവ്, അത് ഓക്കെ, നെഗ്ലിജിബിളാണ്. ഇവിടെ 14 to 18, അതായത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി 4% ഔട്ട് പെർഫോം ചെയ്തു. 13 to 16, 15 വർഷത്തെയാണ് കേട്ടോ, 3% ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 500 കമ്പനികൾ, ഫസ്റ്റ് 500 കമ്പനികളുടെ ഇൻഡെക്സ്, അതിൻ്റെ റിട്ടേണും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ റിട്ടേണുമാണ് നമ്മളിവിടെ താരതമ്യം ചെയ്തത് വിവിധ ടൈം ഹൊറൈസണിൽ. ഇത് മെജോറിറ്റി സമയത്തും ലീഡ് ചെയ്തു നിന്നത് ഹെൽത്ത് കെയർ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു പേഴ്സൻറ്റേജ് ലീഡ് കൂടി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓർത്തിരിക്കുക, പാസ്റ്റ് പെർഫോമൻസ് മേ ഓർ മേ നോട്ട് ബി സസ്റ്റെയിൻഡ് ഇൻ ഫ്യൂച്ചർ ആൻഡ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ഓഫ് എനി ഫ്യൂച്ചർ റിട്ടേൺസ്. പഴയ പെർഫോമൻസ് ഭാവിയിൽ അത് തന്നെ നിലനിർത്തണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ വ്യത്യാസം വരാം. അപ്പോൾ അതെപ്പോഴും ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ഇതൊരു സംഭവം. ഇപ്പോൾ ഒരു NFO ഇറങ്ങുമ്പോൾ ആ സെക്ടറിന് ഫ്യൂച്ചറിലേക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിലാണ് അത് ഇറക്കാൻ പാടുള്ളൂ. ഫ്യൂച്ചറിലേക്ക് തലയും കുത്തി താഴെ പോകും എന്ന് ബോധ്യമുള്ള ഒരു സെക്ടറിൻ്റെയും NFO ഇറക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു NFO ഇറങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്ന് നോക്കാം. കോൺട്രിബ്യൂഷൻ ഓഫ് ഹയർ മൾട്ടിപ്പിൾ സെക്ടേഴ്സ്, അതായത് ഒരുപാട് സെക്ടറുകൾ ഈ ഒരു സെക്ടറിലേക്ക് വരാനുണ്ട്, ഹെൽത്ത് കെയറിലേക്ക് വരാനുണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണ്? സച്ചാസ് ഹോസ്പിറ്റൽസ്, API, CDR, CRDMO, ഡയഗ്നോസ്റ്റിക്സ് ഇൻ ദ BSE ഹെൽത്ത് കെയർ ഇൻഡെക്സ്. അപ്പോൾ BSE ഹെൽത്ത് കെയർ ഇൻഡെക്സിലേക്ക് ഇങ്ങനെ പല സെക്ടറുകളും വരാനുണ്ട്. അതുപോലെ തന്നെ ഏണിങ്സ് ഓഫ് ഹെൽത്ത് കെയർ സെക്ടർ ഈസ് ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ ബ്രോഡർ മാർക്കറ്റ്. മറ്റുള്ള ഇൻഡെക്സുകളെ അപേക്ഷിച്ച് ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ വളർച്ച വളരെ ഫാസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കുകളും PEയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ കേസ് ഓഫ് ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ടുഡേ, ഒന്ന് ഗ്രോയിങ് ഡിമാൻഡാണ്. അതിൽ കുറേ സംഭവങ്ങളുണ്ട്. റൈസിങ് ഇൻകം ആൻഡ് അഫോർഡബിലിറ്റി, തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു ഇൻകം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ചേഞ്ചിങ് ഡിസീസ് പാറ്റേൺ ഉയർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബെറ്റർ അവയർനെസ് ഓഫ് വെൽനസ്, പ്രിവെൻറ്റീവ് കെയർ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്. പിന്നെ പോളിസി സപ്പോർട്ട്, എൻകറേജിങ് പോളിസീസ് ഫോർ, അതങ്ങനെ പോകുന്നു. റിഡക്ഷൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് അതർ ടാക്സസ് ഓൺ ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റ്, മേർജേഴ്സ് ആൻഡ് അക്വസിഷൻസ്, ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ദ തിങ്. വളരെ അധികം എക്സ്പാൻഡ് ചെയ്ത് പോകുന്നില്ല, ഏകദേശം ഒന്ന് വായിച്ചു വിടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ NFO ബറോദ BNP പാരിബാസ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഫണ്ടാണ്. 23-ാം തീയതി ഈ NFO ക്ലോസ് ആകും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് 19-ാം തീയതി ആയിരിക്കും. പിന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ NFOയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ സ്കീമിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എബൌട്ട് ദ സ്കീമാണ്. അത് ഓക്കെ, ഫാർമ സെക്ടറിലാണ്. ഫാർമ സെക്ടർ ഉയരും എന്ന പ്രതീക്ഷയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെയാണ്, അത് അതിനുള്ള സർവ്വസാധ്യതയുണ്ട്. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ്. ഫാർമ കമ്പനികളിൽ 80% ഫാർമ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ ഹെൽത്ത് കെയർ സെക്ടർ വരുന്നുണ്ട്, ലൈഫ് ഇൻഷുറൻസ് വരുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിലേക്ക് 80% മസ്റ്റായിട്ടും ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ സ്കീം കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ഹൈ ഗ്രോത്ത് സെക്ടറാണ്. ഫ്യൂച്ചറിലേക്ക് ഉയരാനുള്ള നല്ല പൊട്ടൻഷ്യലുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് എ ഡിമാൻഡ്
ഫോർ വെൽനസ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. പിന്നെ അടുത്തത് ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ ആണ്. അതായത് എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നവർക്കാണ് ഈ സ്കീം നല്ലതെന്ന് ഇവർ ഗവേഷണം നടത്തി അതിൻ്റെ ഒരു കാലാവധി കണ്ടുപിടിച്ചിട്ടുണ്ട്. 3 വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ 3 വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നല്ലത്. ഹെൽത്ത് കെയർ ഈസ് എ ലോങ് ടൈം തീം ആൻഡ് ഹെൻസ് ദ ഹോൾഡിംഗ് പീരീഡ് ഷുഡ് ഐഡിയലി ബി മോർ ദാൻ 3 years. അപ്പോൾ 3 വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്കാണ് ഈ സ്കീം സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് കാര്യങ്ങളുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഡിക്കേറ്റീവ് ലിസ്റ്റ് ഓഫ് ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ കമ്പനീസ് ഇൻക്ലൂഡ്. പിന്നെ അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ കാണാം ഒരുപാട് കമ്പനികൾ കാര്യങ്ങൾ വരുന്നുണ്ട്. 33 പേജാട്ടോ ഉള്ളത്. നമ്മളെന്താ ഫാസ്റ്റായിട്ടാണോ നമ്മൾ ഓടിച്ച് വിടുന്നത്? ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഫാർമ സെക്ടർ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് BSE ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് 100 സ്റ്റോക്സ് വിത്ത് എക്സ്പോഷർ അക്രോസ് സെഗ്മെൻറ്റ്സ് ഓഫ് ദ തീം. അതായത് 100 കമ്പനികളാണ് ശരിക്കും പറഞ്ഞാൽ BSE ഹെൽത്ത് കെയർ ഇൻഡെക്സിലുള്ളത്. ഫാർമസ്യൂട്ടിക്കൽസ് 75%, ഹോസ്പിറ്റൽസ് 20%, ഹെൽത്ത് കെയർ റിസർച്ച് അനലിറ്റിക്സ് ആൻഡ് ടെക്നോളജി 1%, ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ 2%, പിന്നെ അങ്ങനെ പോകുന്നു. മെഡിക്കൽ എക്യുപ്മെൻറ്റ്, ബയോടെക്നോളജി ഇല്ല കേട്ടോ, ഇനി വരണം. മാർക്കറ്റ് ക്യാപ്പ് അലോക്കേഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 39% ലാർജ് ക്യാപ്പ്. ഓക്കെ, ലാർജ് ക്യാപ്പിലാണ് കൂടുതൽ. സെക്കൻഡ് മിഡ് ക്യാപ്പ് 34%, സ്മോൾ ക്യാപ്പ് 27%. ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അലോക്കേഷനിലാണ്. നല്ല അലോക്കേഷനാണ്, കുഴപ്പമില്ല. ലാർജ് ക്യാപ്പാണ് കൂടുതൽ, നല്ല അലോക്കേഷനാണ്. കീ തീംസ് ഇൻ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് യൂണിവേഴ്സ്. ഇത് വായിക്കണം. ഫാർമസ്യൂട്ടിക്കൽസ് ഇത് ഒരുപാട് സംഭവങ്ങളുണ്ട്. 59 വെയിറ്റ് ഇൻ BSE ഹെൽത്ത് കെയർ പ്രസൻസ് അക്രോസ് മാർക്കറ്റ് ക്യാപ്പ്, അങ്ങനെ പോകുന്നുണ്ട്. കുറേ സംഭവങ്ങളുണ്ട്. API, CROs, CDMOs, ഹോസ്പിറ്റൽസ്, വെൽനസ്, ഡയഗ്നോസ്റ്റിക്സ്, ഓക്കെ, ആ കണക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ ആ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ടു ഡ്രൈവ് മെഡിക്കൽ ഡിവൈസ് സെഗ്മെൻറ്റ്, ഇൻഷുറൻസ് പെനിട്രേഷൻ ഇംപ്രൂവിങ്, ലോ കോസ്റ്റ് ഫോർ മേജർ സർജറീസ് ആഡിങ് ഇൻ മെഡിക്കൽ ടൂറിസം. പിന്നെ US ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് എക്സ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഓടിച്ച് വിടുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി, കമ്പനീസ് ക്രിയേറ്റ് വെൽത്ത് നോട്ട് മാർക്കറ്റ്സ്. അപ്പോൾ ആ ഫിലോസഫി നമുക്കിവിടെ കാണാൻ പറ്റും. BMV ഫ്രെയിം വർക്കാണ്. അതായത് ബിസിനസ് ഗ്രോത്ത് മോട്ട് പോസിറ്റീവ് ചേഞ്ച്. മാനേജ്മെൻറ്റ്, B എന്ന് വെച്ചാൽ ബിസിനസ് ഗ്രോത്ത്, M എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ്, V എന്ന് വെച്ചാൽ വാല്യുവേഷൻ. അപ്പോൾ നല്ല ബിസിനസ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, മാനേജ്മെൻറ്റ് സൂപ്പറായിരിക്കണം, ലീഡർഷിപ്പ് ഇൻ കോമ്പറ്റൻസ് ഗവേണൻസ്, പിന്നെ വാല്യുവേഷൻ മാർജിൻ ഓഫ് സേഫ്റ്റി, ക്യാഷ് മാർജിൻ ഓഫ് സേഫ്റ്റി, അതായത് നല്ല വാല്യുവേഷനിൽ ആയിരിക്കണം. ഐഡൻറ്റിഫൈ സുപ്പീരിയർ ബിസിനസ് വിത്ത് സ്ട്രോങ് മാനേജ്മെൻറ്റ് അറ്റ് റീസണബിൾ വാല്യുവേഷൻസ്. ഇങ്ങനെയുള്ള കമ്പനികളെയാണ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി. സ്റ്റോറീസ് ഫ്രം എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണോ? ഇവിടെ കമ്പനി 1 ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അതിൻ്റെ CAGR കൊടുത്തിരിക്കുന്നു 30%, സെയിൽസ് ഗ്രോത്ത് 10%, EBITDA 16%, PAT പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 25%, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. കമ്പനി 2 API കമ്പനി 50% പ്രൈസ് ഗ്രോത്ത് സിൻസ് ഓഗസ്റ്റ് 2023, സെയിൽസ് 17%, EBITDA 21%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 25%. കമ്പനി ഈസ് എ ലീഡിങ് API പ്ലെയർ ഫോക്കസ്ഡ് ഓൺ ഫെർമെൻറ്റേഷൻ ബേസ്ഡ് API. അതായത് ഇതിലുള്ള കമ്പനികളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആണ് കേട്ടോ. ഓക്കെ, നമുക്കത് ഓടിച്ചു വിടാം. എന്തായാലും നല്ല കമ്പനികളല്ലേ ഇവർ എടുക്കുള്ളൂ. കമ്പനി 3 CAGR 36%, പ്രൈസ് ഗ്രോത്ത് സിൻസ് മെയ് 2022, ലീഡിങ് ഹോസ്പിറ്റൽ കമ്പനി വിത്ത് ഫോക്കസ് ഓൺ നിക്കേ സെഗ്മെൻറ്റ് ഓഫ് മദർ ആൻഡ് ചൈൽഡ് കെയർ വിത്ത് 1935 ബെഡ് കപ്പാസിറ്റി. അപ്പോൾ ആ കമ്പനിയുടെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. സെയിൽസ് ഗ്രോത്ത് 17%, 5 ഇയർ CAGR ആണ് കേട്ടോ ഇത്. EBITDA 21%, PAT 25%. ഹൂ ഈസ് സ്യൂട്ടബിൾ ഫോർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനാണ് ഈ ഫണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പോർട്ട്ഫോളിയോൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു ഫണ്ട് ആഡ് ചെയ്യുക. അതിപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു ഫണ്ടിൽ കൊണ്ടുപോയിട്ട് മൊത്തം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു 5% ഈ ഒരു ഫണ്ടിൽ ചെയ്യാം. ഇനി 3% ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഒരു കുറച്ച് ഭാഗം ഈ ഹൈ ഗ്രോത്ത് സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 10%, 20% ചെയ്യുന്നവരുണ്ട് കേട്ടോ. ചിലവർക്ക് ഈ ഫാർമ സെക്ടർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ പഴയ ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല.
ഫാർമ സെക്ടർ നല്ല രീതിയിൽ റിട്ടേൺ തന്നിട്ടുള്ള ഒരു സെക്ടറാണ്. ഭാവിയിൽ റിട്ടേൺ തരാൻ സാധ്യതയുള്ള സെക്ടറും കൂടിയാണ്. പക്ഷേ ഇവിടെ കുറച്ച് റിസ്ക്കുകളുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് റിസ്ക് എന്ന് നമുക്ക് ഓടിച്ചു വിടാം. പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പറ്റില്ല, റിസ്ക് പറയണമല്ലോ. അതുകൊണ്ട് നമുക്കിത് ഓടിച്ചു വിടാം. താരിഫ് പ്രധാനമായിട്ട് ഇപ്പോൾ താരിഫിൻ്റെ സീസൺ ആണല്ലോ. അപ്പോൾ US മാർക്കറ്റിൽ ഉണ്ടാകുന്ന താരിഫ് നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. താരിഫും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അല്ലേ? പുള്ളി എപ്പോൾ വേണേലും ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാതിരിക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജനറിക് പ്ലെയേഴ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ അഫക്റ്റ് ചെയ്യും. ഡിസ്റപ്റ്റ് സപ്ലൈ ചെയിൻ വിച്ച് മേ ഇമ്പാക്റ്റ് റോ മെറ്റീരിയൽ പ്രൈസസ്. ഓക്കെ, തീർച്ചയായിട്ടും അത് നമുക്കറിയാം. അതിപ്പോൾ ഈ സെക്ടർ മാത്രമല്ല, എല്ലാ സെക്ടറിനെ ഇത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഏതാണ്? ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ്, യുദ്ധവും കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ അത് റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കാര്യങ്ങൾ കൂടും. ഓക്കെ, അൺഫേവറബിൾ ഔട്ട്കം ഓഫ് US FDA, അതായത് ഈ FDയുടെ അപ്രൂവൽ വേണം കേട്ടോ. US മരുന്ന് സപ്ലൈ ചെയ്യാനായിട്ട് ഏത് പുതിയ മരുന്നുകൾ വന്നാലും ഇവർ അപ്രൂവ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അവരുടെ ഇൻസ്പെക്ഷൻ മേ ലീഡ് ടു ഡിലേ ഇൻ പ്രോഡക്റ്റ് അപ്രൂവൽ ആൻഡ് ഇമ്പാക്റ്റ് പ്രോഫിറ്റബിലിറ്റി. അതും പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കും. അതൊക്കെ ഓക്കെയാണ്. നല്ല രീതിയിൽ US മരുന്ന് ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇഫ് എനി പ്രോഡക്റ്റ് ഇൻ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ് IPM comes under price regulation, it may have adverse impact on sales growth. ഓക്കെ, അതായത് എന്തെങ്കിലും റെഗുലേഷൻ ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് മാൻ പവർ ക്യാൻ ബി ഡിറ്ററൻറ്റ് ഫോർ ഹോസ്പിറ്റൽ കമ്പനി ടു പ്രൊവൈഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ. നല്ല ഡോക്ടർ വേണം അല്ലേ? നല്ല ഡോക്ടറും വേണം, നല്ല നേഴ്സും വേണം. ഓക്കെ, അപ്പോൾ സ്കിൽഡ് മാൻ പവർ അതിലെന്തെങ്കിലും ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിനെ ബാധിക്കും. ചേഞ്ചസ് ബൈ ഇന്ത്യൻ റെഗുലേറ്റർ ടു ഇൻക്രീസ് ദ ഷെയർ ഓഫ് CGHS, സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം ആൻഡ് ആയുഷ്മാൻ ഭാരത് പേഷ്യൻസ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെക്ടറിലുള്ള റിസ്ക് ഫാക്ടേഴ്സ്. മനസ്സിലാക്കിയിരിക്കുക. എല്ലാ സെഗ്മെൻറ്റിലും എല്ലാ ബിസിനസ്സിലും റിസ്ക് ഉണ്ട് എന്നറിയുക. ഇൻവെസ്റ്റ്മെൻറ്റ് ടീമിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ, അതായത് ഈ ഫണ്ട് ഏതൊക്കെ കമ്പനികൾ എത്രയൊക്കെ പേഴ്സൻറ്റേജ് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ ടീംസാണ്. ഇവരാണ് തീരുമാനിക്കുന്നത്. ഇതിലെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർക്ക് 34 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സഞ്ജയ് ചൗളയാണ് അദ്ദേഹം. അടുത്ത 27 വയസ്സ് എക്സ്പീരിയൻസ് ഉള്ള ജിതേന്ദ്ര ശ്രീറാം. ഞാൻ പേരെല്ലാവരുടെയും ഒന്നും വായിക്കുന്നില്ല, നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സ് നോക്കുന്നവർ ഇതിലൊരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കമ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇതിലുണ്ട് എന്ന് പറഞ്ഞാണ്. ഏറ്റവും എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾ 1 വർഷമാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ശ്രുതി സിൻഹെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾ 6 വർഷമാണ്, അർജുൻ ഭാഗ. പിന്നെ അങ്ങനെ. അപ്പോൾ ഇത്രയും ടീംസാണ് ഈ ഫണ്ടിൻ്റെ പുറകിലുള്ളത്. ഇനി ഫണ്ട് ഫാക്ട്സും കാര്യങ്ങളും ഉണ്ട്, വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്നു. ഫണ്ട് മാനേജറും സഞ്ജയ് ചൗളയാണ് കേട്ടോ. അതായത് 34 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടറാണ്, BSc ഹെൽത്ത് കെയർ ആണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇവിടെ വളരെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. SIP 500 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അത് ഡെയിലി അവൈലബിൾ ആണ്, വീക്ക്ലി മന്ത്ലി ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ചെയ്യാം. അതല്ല ബ്രോക്കിംഗ് ഫേമിൽ ഡെയിലി ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അത് നോക്കുക. ഓക്കെ, നോർമലി അത് മന്ത്ലി ആണല്ലോ. പിന്നെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപയും അതിൻ്റെ മുകളിലേക്ക് ലംസമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. റിസ്കോമീറ്റർ വെരി ഹൈ റിസ്ക് ആണ് ഈ ഫണ്ടിനുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. റിസ്ക് കൂടുമ്പം റിവാർഡും കൂടുന്നു അല്ലേ? അപ്പോൾ ഈ ഫണ്ട് വെരി ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നു. ആർക്കൊക്കെ സ്യൂട്ടബിളാണ്? ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ ആഗ്രഹിക്കുന്നവർക്ക്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രിഡോമിനൻ്റ്ലി ഇൻ ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ കമ്പനീസ്. അപ്പോൾ അവർക്കൊക്കെ സ്യൂട്ടബിളാണ്, ഫാർമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും. ഇനിയിപ്പോൾ ഡിസ്ക്ലൈമർ കാര്യങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് കെയർഫുൾ. പാസ്റ്റ് പെർഫോമൻസ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റീവ് ഓഫ് ഫ്യൂച്ചർ റിട്ടേൺ. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. എങ്ങനെയാണ് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഏഞ്ചൽ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷനാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഹോമിലാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഭാഗം കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം ന്യൂ ഫണ്ട് ഓഫറിങ്സ് എന്ന് കാണാൻ പറ്റും. അതായത് NFOs 20 എണ്ണം ലൈവായിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ NFOയും കാണാൻ പറ്റും. ബറോദ BNB പരിബാസിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് ഫണ്ട് ഇവിടെ നമുക്ക് കാണാം. അതിൻ്റെ ഗ്രോത്ത് പ്ലാൻ എടുക്കുക.
വലിയ ഫണ്ടുകളൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ IDCW പ്ലാനൊക്കെ എടുക്കുക. അത് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അത് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പോൾ അധികം വലിയ ഫണ്ടുകളല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് NFOയും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ഗ്രോത്ത് ഫണ്ട് എടുത്താൽ മതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബറോഡ BNP പരിപാസ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഫണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് കാര്യങ്ങൾ NAV 10 രൂപയാണ്. മറ്റു കാര്യം ക്ലോസ് ഡേറ്റ് 23 അലോട്ട്മെൻറ്റ് ഡേറ്റ് 28 28 ജൂണിലാണിത് അലോട്ടായിട്ട് വരുന്നത്. മിനിമം SIP ഇൻവെസ്റ്റ്മെൻറ്റ് 500 മിനിമം വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് 1000 എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇൻവെസ്റ്റ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് താഴെയുണ്ട് കേട്ടോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. SIP ആണ് ചെയ്യുന്നതെങ്കിൽ SIP ചെയ്യാം. എമൗണ്ട് ഇവിടെ എഡിറ്റ് കാര്യങ്ങൾ ചെയ്യാം. വൺ ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ വൺ ടൈം ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ പേ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഇവിടെ പേ 1000, ഇനിയിപ്പോൾ 10,000 ആണെങ്കിൽ 10,000, 20,000, 25,000 അങ്ങനെ എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് ടൈപ്പ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.